എൻ്റെ പേര് ബിബിൻ ജോർജ്. GAB ഫാമിലി ബ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിലൂടെ നമ്മൾ ജ്യോതിഷത്തിൻ്റെ വീഡിയോ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പുതിയൊരു നക്ഷത്രത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇനി സംസാരിക്കാൻ പോകുന്നത് ഉത്രാടം, അവിട്ടം, ചതയം, തിരുവോണം, ഇത്രയും നക്ഷത്രത്തെ പറ്റിയാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ ഉത്രാട നക്ഷത്രത്തെ പറ്റിയാണ് ആദ്യം ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ വളരെ നല്ല വിനയശീലമുള്ളവരായിരിക്കും. അതുപോലെ തന്നെ ലക്ഷ്യബോധമുള്ളവരായിരിക്കും, വിദ്യാസമ്പന്നരായിരിക്കും, ജോലി ചെയ്യാൻ പ്രാപ്തിയുള്ളവരായിരിക്കും, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളുമായിരിക്കും. പക്ഷേ വന്നു ചേരുന്ന പണത്തിൻ്റെ മുക്കാൽ പങ്കും കയ്യിൽ സൂക്ഷിക്കാനുള്ള കഴിവ് അവർക്കുണ്ടാവുകയില്ല. ജീവിതത്തിലെ പങ്കാളി, അത് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ, ആരാണ് ഉത്രാട നക്ഷത്രത്തിലുള്ള ആൾ സ്വന്തം പങ്കാളിയെ കൂടുതൽ പണം ഏൽപ്പിക്കുകയും പങ്കാളിയുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്ത ശേഷം സ്വയമായി ഒരു അടിമത്തത്തിലേക്ക് പോകുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് സാധാരണയായി. അതാണ് ഉത്രാടത്തിന് ഒരു പുറകോട്ട് വലിക്കുന്ന ഒരു പ്രശ്നം. ജീവിതത്തിൽ അവർ പല ലക്ഷ്യങ്ങളും വെക്കുമെങ്കിലും സ്വന്തമായി അവർക്ക് സ്വാതന്ത്ര്യം കുടുംബജീവിതത്തിനകത്ത് കിട്ടാതെ വരികയും വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും ഉത്രാട നക്ഷത്രമുള്ളവർ തോറ്റുപോവുകയാണ് പതിവ്. ഇതുകൊണ്ട് തന്നെ ഉത്രാട നക്ഷത്രത്തിലുള്ളവർ ഒന്ന് സൂക്ഷിച്ച് സ്വന്തം പണം സ്വന്തം കൈവശം വെച്ച് സ്വന്തം ആവശ്യത്തിനു വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യണം. എങ്കിലും എല്ലാ ലക്ഷ്യങ്ങളും നേടാനാവും. വിദ്യാസമ്പന്നരായവരാണ് ഇവരെ കൂടുതൽ പേരും. അതുപോലെ തന്നെ ഇവർക്ക് ഗവൺമെൻറ് ജോലികൾ ലഭിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കി നടത്തുന്ന മാനേജർ രീതിയിലുള്ള ജോലികൾ ലഭിക്കാറുണ്ട്. അല്ലലില്ലാതെ തന്നെ സ്വത്തും ഭവനവും വീടും സ്വർണത്തിനും ഒക്കെ അധികാരികളായി തീരുന്ന ആളുകളാണ് ഉത്രാട നക്ഷത്രം. ഉത്രാട നക്ഷത്രത്തിന് പിന്നെ വരുന്ന രോഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ, കൊളസ്ട്രോള്, അതുപോലെ പ്രഷർ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, രക്തസംബന്ധമായ രോഗങ്ങളൊക്കെ ചിലപ്പം ചിലർക്ക് പിടിപെടാറുണ്ട്. പിന്നെ മദ്യത്തോടും ചില ലഹരി വസ്തുക്കളോടും ആസക്തി ഉണ്ടാകാനുള്ള സാധ്യത ചിലർക്കുണ്ട്. പിന്നെ വിനയ സ്വഭാവം കാരണം ഇവരെ പലരും മുതലെടുക്കാറുണ്ട്. ഇവരെ ചിലർ തെറ്റിദ്ധരിക്കാറുമുണ്ട്. ഇവരുടെ നല്ല സ്വഭാവം ചിലപ്പോൾ ആരും കണ്ടെന്ന് വരികയില്ല. അത്തരം കാര്യങ്ങളൊക്കെ ചില ഉത്രാടത്തിനുണ്ട്. അതുപോലെ തന്നെ പിന്നെ പൂരാടത്തിനോട് ഉത്രാട നക്ഷത്രത്തിന് പൊരുത്തമുണ്ട്. അങ്ങനെ കുറേ നക്ഷത്രങ്ങളോട് ഇവർക്ക് പൊരുത്തമുണ്ട്. ചോദ്യയോട് ഇവർക്ക് പൊരുത്തമുണ്ട്. അതൊക്കെ കുഴപ്പമില്ല. ചോദ്യ നക്ഷത്രത്തിൽപ്പെട്ടവരോടൊക്കെ ഇവർ കൂട്ടുകച്ചവടം നടത്തുന്നത് വളരെ നല്ലതാണ്. പൂരാട നക്ഷത്രത്തിനോട് ഇവർ കൂട്ടുകച്ചവടം നടത്തുന്നത് നല്ലതാണ്. വിവാഹിതരാവാൻ സാധിക്കുന്ന നക്ഷത്രങ്ങളാണ്. ഇതൊക്കെ നല്ല നക്ഷത്രങ്ങളാണ് ഇവർക്കൊക്കെ. പൂരം പോലെയുള്ള ചില നക്ഷത്രങ്ങളോട് ഉത്രാട നക്ഷത്രത്തിൽ ചിലപ്പം ചില ഒരു വിരോധമോ വൈരുദ്ധ്യമോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അല്പം പൊരുത്തക്കുറവ് അതുമായിട്ട് വരാറുണ്ട്. ചില പാദങ്ങളിൽ ഇതിന് കുഴപ്പമില്ല, പൂരവുമായിട്ട് വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ ചില പാദങ്ങളിലുള്ള ഉത്രാട നക്ഷത്രം പൂര നക്ഷത്രമായിട്ട് വാക്കുതർക്കങ്ങളോ വഴക്കുകളോ ഒക്കെ നടക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്ന അവിട്ട നക്ഷത്രത്തിനെ പറ്റിയാണ്. അവിട്ട നക്ഷത്രത്തിൽ ഉള്ളവർക്ക് സ്വന്തമായി ജോലി ചെയ്യുന്നതിന് പകരം മറ്റുള്ളവരെ വെച്ച് ജോലി ചെയ്യിക്കുന്നതാണ് ഇഷ്ടം. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ഓണർ ആവുക, അങ്ങനെയൊക്കെ മറ്റുള്ളവർക്ക് കീഴിൽ ജോലി ചെയ്യാൻ ഒരു കാരണവശാലും അവിട്ടത്തിന് യാതൊരു താല്പര്യവുമില്ല. അത് അവർക്ക് ഭയങ്കരമായ അഭിമാനക്ഷതമാണ്. അതായത് സ്വന്തമായി ബിസിനസ് ഇടുക, ഒരുപാട് ജോലിക്കാരും പരിചാരകരും ഒക്കെ ചുറ്റും നിൽക്കണം എന്നുള്ളതാണ് അവിട്ടത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അവർ ഒരു സ്ഥാപനം വിട്ട് കഴിഞ്ഞാൽ ജോലിക്കാരെ വെച്ച് ചെയ്യുന്ന സ്ഥാപനമല്ലാതെ അവർ സ്വന്തമായി ഒരു ജോലിക്ക് പോവുക എന്ന് പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. അവിട്ടത്തിൽപ്പെട്ട ആളുകൾക്ക് അവരെല്ലാം ഒരു കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് അവരുടെ ജീവിതം മുഴുവൻ. അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ പണം ലഭിക്കുന്ന ആളുകളാണ്, സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതാണ്, ഉയർച്ചയും താഴ്ചയും ഉള്ളവരുണ്ട്. അവിട്ടത്തിൽ ജനിച്ച് ഉയർച്ചയും താഴ്ചയും ഉള്ളവരുണ്ട്. പിന്നെ ഇവർക്ക് ദൈവവിശ്വാസമുണ്ട്. അതിലും കൂടുതൽ അവരുടെ സ്വന്തം മതത്തിൽ വിശ്വാസമുണ്ട്. സ്വന്തം മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവർ. മതത്തിൻ്റെ കാര്യങ്ങളായിരിക്കും ഇവർ മുൻപന്തി പിടിക്കുന്നത്, ദൈവകാര്യങ്ങളാകിയില്ല. ഏത് മതമാണോ ആ മതത്തിന് വേണ്ടി പ്രവർത്തിക്കുക. മുക്കാൽ പങ്കും അവരുടെ ജീവിതത്തിൻ്റെ മുക്കാൽ പങ്കും ദിവസങ്ങൾ പോകുന്ന മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങി നടന്ന് അതിൻ്റെ ഒരു യോഗങ്ങൾ, കാര്യങ്ങൾ, അങ്ങനെ ക്ഷേമങ്ങൾ നടക്കുന്ന ഒരു ജീവിതമായിരിക്കും ഇവരുടെ ഇത്. പിന്നെ ബിസിനസ്സുപരമായി ഇവർക്ക് ആശയങ്ങളുണ്ട്. പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ അല്പം ഇവർക്ക് പ്രശ്നമുണ്ട്. പണം കൂടുതലായിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് ഒഴുകി പോവുകയാണ് സാറിന് ചെയ്യുക. എന്നിട്ട് വീണ്ടും കടം വാങ്ങേണ്ടതായ ചില സ്ഥിതികളൊക്കെ വരും ബിസിനസ് ചെയ്യുമ്പോൾ. പിന്നെ പണം സമ്പാദിക്കാനും ഇവർ മിടുക്കരാണ്. വളരെ വാചാലമായി ഇവർ സംസാരിക്കും. ആളുകളെ എല്ലാം ഇവർ അനുസരിപ്പിക്കും. പുതിയ പുതിയ ന്യായങ്ങളൊക്കെ ഇവർ മുന്നോട്ട് വെക്കും. പല ആളുകൾക്കും ഇവരുടെ ഈ ഒരു പ്രവൃത്തി ചിലപ്പോൾ ദേഷ്യം പിടിപ്പിച്ചെന്ന് വരും. കാരണം അവിടുക്കാരുടെ ഒരു ശക്തമായ താക്കീത് പോലെ ആയിരിക്കും അവർ ഒരു ബിസിനസ് രംഗത്തിൽ ഇടപെടുന്നത്. ജോലിക്കാരോടുള്ള പെരുമാറ്റമൊക്കെ ചിലപ്പോൾ വളരെ ക്രൂരമായി പോയെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നാം. അതുകൊണ്ട് പക്ഷേ അവരുടെ മനസ്സിലൊന്നും ഉണ്ടാവുകയില്ല, അവരൊന്നും ചിന്തിച്ചിട്ടുണ്ടാവുകയല്ല ചെയ്യുന്നു.
പിന്നെ ഇവർ ഉപകാരസ്മരണമുള്ളവരാണ് അവിട്ട നക്ഷത്രക്കാർ. ഇവർക്ക് ഉപകാരസ്മരണയുണ്ട്. ആരെങ്കിലും ഇവർക്ക് ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ ആ നന്ദി ഇവരുടെ ജീവിതകാലം മുഴുവൻ അവരോട് കാണിക്കും. ഏതെങ്കിലും ചെറിയ കാര്യത്തിൽ പോലും ഒരു ഉപകാരം അവിട്ടംകാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ നന്ദി അവരുടെ കക്ഷിയോട് അവർ വളരെയധികം കാണിക്കും. അവരുടെ അന്ത്യകാലം വരെ അവർക്ക് ആ നന്ദി ഉണ്ടായിരിക്കും എപ്പോഴും. സഹായങ്ങൾ ഒരിക്കലും മറക്കുന്നവരല്ല അവിട്ട നക്ഷത്രക്കാർ, ആരെയും മറക്കുകയില്ല. പിന്നെ ഇവർക്ക് വിവാഹത്തിന് അല്പം താമസമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെറിയ താമസം വരാറുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യം ഇവർക്ക് അല്പം തൃപ്തികരമായിരിക്കുകയില്ല. കാരണം ഭക്ഷണ കാര്യങ്ങൾ അതുപോലെ ദഹനം സംബന്ധിച്ച കാര്യങ്ങൾക്ക് അല്പം പ്രശ്നങ്ങൾ ഇവർക്ക് വരാറുണ്ട്. വയറ് സംബന്ധിച്ച് ചില രോഗങ്ങളൊക്കെ ഇവർക്ക് വരാറുണ്ട്. കൂടുതലും അവിട്ടംകാർ ഒരു ഉയർന്ന വ്യക്തികളായിരിക്കും. കൂടുതൽ പൊക്കമുള്ള ആളുകളായിരിക്കാം അവിട്ടംകാർ കൂടുതലായിട്ട് വരുന്നത്. പൊക്കവും വലിപ്പവും ഏകദേശമുള്ള ആളുകളായിരിക്കാം. ഒത്ത വലിപ്പമുള്ള ആളുകളാണ് സാധാരണ അവിട്ട നക്ഷത്രത്തിലുള്ളവർ. വളരെ പൊക്കം കുറഞ്ഞ ആളുകളൊക്കെ വളരെ വിരളമായിട്ടേ ഉള്ളൂ. കൂടുതലും വലിയ മനുഷ്യരായിരിക്കും. ഒരു അജാനുബാഹു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലുള്ള ആളുകളായിരിക്കും അവിട്ടംകാരെല്ലാം. അതാണ് അവിട്ടത്തിൻ്റെ രീതി. പിന്നെ ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞല്ലോ, ബിസിനസ്സിലാണ് അവരുടെ കൂടുതൽ കോൺസെൻട്രേഷൻ. അതിനുവേണ്ടി എന്തെങ്കിലും പഠിക്കാനും ഇവർ മുതിരും. പഠിത്തത്തിൽ ഇവർ അല്പം പിന്നോക്കം നിൽക്കുമെങ്കിലും ഒരു ബിസിനസ്സിന് വേണ്ടി ഒരു കാര്യം പഠിക്കേണ്ടത് അവർ മുഴുവൻ പഠിച്ചിട്ടേ വരത്തുള്ളൂ. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന ചതയ നക്ഷത്രത്തെ പറ്റിയാണ്. ചതയ നക്ഷത്രം വളരെ നല്ലൊരു നക്ഷത്രമാണ്. ചതയ നക്ഷത്രം പെട്ടെന്ന് തന്നെ ശുഭിതരാകുന്ന ഒരു നക്ഷത്രമാണ് ചതയ നക്ഷത്രം. പെട്ടെന്ന് തന്നെ ഇവർ അമിതമായി കോപിക്കാൻ സാധ്യതയുണ്ട്. അപ്പം കോപം വരുന്ന ഒരു നക്ഷത്രമാണ് ചതയമെങ്കിലും ശുദ്ധമനസ്കരാണ് ചതയ നക്ഷത്രക്കാർ. സാമ്പത്തികമായി ഒരുപാട് അത്യുന്നതിയിൽ പോകുന്ന ഒരു നക്ഷത്രമാണ് ചതയ നക്ഷത്രം. അതുപോലെ ചതയത്തിൽപ്പെട്ട ആളുകൾക്കെല്ലാം വളരെയധികം അംഗീകാരം ലഭിക്കുന്നതാണ് സമൂഹത്തിൽ. അവർ അധ്യാപകർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നവർ, മെഡിക്കൽ ഫീൽഡ്, കൂടുതൽ നേഴ്സ്, ഡോക്ടർ, അങ്ങനെയുള്ള ജോലികളായിരിക്കും കൂടുതൽ. മരുന്ന് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യം ചതയം പഠിക്കും, ജോലി വേറെയാണെങ്കിലും. ചിലർ ബ്യൂട്ടീഷ്യൻ അല്ലെങ്കിൽ മേക്കപ്പ് പോലുള്ള ജോലികൾ ചെയ്യാനുള്ള ഇതുമുണ്ട്. കാരണം ചതയത്തിന് അങ്ങനെയുള്ള കഴിവുകളൊക്കെ ചതയത്തിനുണ്ട്. അത്തരം ജോലികൾ ചെയ്യാനുള്ള കഴിവ് ചതയത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ജോലികളാണ്. ഏത് ജോലി ചെയ്താലും ഇവർ മെഡിക്കൽ സംബന്ധമായ എന്തെങ്കിലും, അല്ലെങ്കിൽ വൈദ്യം, ആയുർവേദം, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇവരുടെ ചെറുപ്പകാലത്ത് ഇവർ പഠിച്ചിട്ടുണ്ടാവും. വൈദ്യത്തിൻ്റെ എന്തെങ്കിലും, മെഡിക്കൽ സയൻസിൻ്റെ എന്തെങ്കിലും കാര്യത്തെപ്പറ്റി, ലാബിൻ്റെ ടെക്നീഷ്യൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലബോറട്ടറി നിൽക്കുന്ന ആളായിക്കോട്ടെ, ഫാർമസിസ്റ്റ് ആയിക്കോട്ടെ, മുൻകാലത്ത് എപ്പോഴെങ്കിലും അവർ ആ ജോലി ചെയ്തിട്ടുണ്ടാകും. അതിന് ശേഷമായിരിക്കും ഇപ്പം കാണുന്ന ജോലി ചെയ്യുന്നത്. ഇതാണ് ചതയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മുൻകാലത്ത് എവിടെയെങ്കിലും മരുന്നുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം, മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്നൊരു ജോലി, എന്തെങ്കിലും മരുന്നുമായി ബന്ധപ്പെട്ട ഒരു ജോലി അവരുടെ ജന്മത്ത് അവർ ചെയ്തിട്ടുണ്ടാവും. അതാണ് ചതയത്തിനെ എല്ലാ ചതയത്തിനെയും ഒന്നിപ്പിക്കുന്ന ഒരൊറ്റ കാര്യം. അത് അവരുടെ ജന്മത്തിൽ വന്നിരിക്കും. മരുന്നുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം, ചെറു കാര്യമില്ല അവരുടെ ജീവിതത്തിൽ, പാസ്റ്റ് ലൈഫ്, നേരത്തെ ജീവിതത്തിൽ ചെയ്തിട്ട് ഇപ്പോൾ കാണുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ചിലർ ഇപ്പം മരുന്നിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ജോലി ചിലപ്പോൾ അതായിരിക്കുമല്ല, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ജോലി മാറ്റും. ഇതാണ്. പിന്നെ ബിസിനസ് പരമായി മേക്കപ്പ്, ബ്യൂട്ടീഷ്യൻ, വിദ്യാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപനം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇവരുടെ ശ്രദ്ധകൾ തിരിയും. പിന്നെ യാത്ര, ദൂരദേശത്ത് പോയി താമസിക്കാനുള്ള വിധിയായിരിക്കും ഇവർ കൂടുതലുള്ളത്. സ്വന്തം വീട്ടിൽ നിന്നകന്ന് ദൂരദേശത്തേക്ക് താമസിക്കാൻ, വിദേശത്ത് പോയി താമസിക്കാനൊക്കെ ഇവർക്ക് യോഗം കൂടുതലാണ്. അതുപോലെ തന്നെ ഇവർക്ക് ശനിദശ ആരംഭിക്കുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും കഷ്ടകാലം പിടിച്ചൊരു സമയമാണ് ശനിദശ. പക്ഷേ ശനിദശയിൽ സാമ്പത്തികമായി ഉയരുന്ന ഒരു നക്ഷത്രമാണ് ചതയം. ബാക്കി എല്ലാ ആളുകളും ശനി ബാധിക്കുമ്പോൾ താഴേക്ക് പോകും. ചിലർക്ക് മരണം വരെ സംഭവിക്കാറുണ്ട്. പക്ഷേ ശനി വരുമ്പോൾ സാമ്പത്തികമായി കുതിച്ചു കയറുമെങ്കിലും മാനസികമായി അസ്വസ്ഥപ്പെടുന്ന നക്ഷത്രമാണ് ചതയം. ശനി വരുമ്പോൾ എല്ലാ തവണയും സാമ്പത്തികമായി ഉയർന്നു പോകുന്ന നക്ഷത്രമാണ്. അതും വളരെയധികം, വളരെ ഇട്ടും മൂടാനത്ര പണം എന്ന രീതിയിൽ വളരുന്ന ഒരു നക്ഷത്രമാണ് ചതയം. പിന്നെ രേവതിയുമായിട്ട് ചതയത്തിന് പൊരുത്തമുണ്ട്, തൃക്കേട്ടയുമായിട്ട് ചതയത്തിന് പൊരുത്തമുണ്ട്. ഇതൊക്കെ ചതയത്തിന് പൊരുത്തമുള്ള നക്ഷത്രം. പൂരമൊക്കെയായിട്ട് ചതയത്തിന് പൊരുത്തമുണ്ട്. അതുപോലെ തന്നെ വാദം, മൂട്ടിന് താഴേക്കുള്ള പ്രയാസങ്ങൾ, രോഗങ്ങൾ തുടങ്ങിയവർക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ മൂലമുള്ള രോഗങ്ങൾ വരാൻ ഇവർക്ക് സാധ്യതയുണ്ട്. കൂടുതലും വാദം സംബന്ധിച്ച രോഗങ്ങളായിരിക്കും ഇവർക്ക് വരിക. പിന്നെ ഇതൊരു അസുര ഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രതികാരം, പക തുടങ്ങിയവ ഇവരുടെ ജീവിതത്തിൽ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ഇവരെ ഏതെങ്കിലും ഒരു അവസരം മുതലാക്കി വ്യക്തികളോട് പകരം വീട്ടാനായിട്ടോ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് കുത്തിവേനിപ്പിക്കാനോ ശ്രമിക്കാറുണ്ട്. ചതയത്തിൽപ്പെട്ട ആളുകൾ അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ്. ദേവഗണത്തിൽപ്പെട്ടവരുള്ളോ മനുഷ്യഗണത്തിൽപ്പെട്ടവരോ ആയുള്ള ഒരു വിവാഹം പൊരുത്തമുണ്ടെങ്കിലും നടന്നാൽ പോലും ഭൂരിഭാഗം മുൻപന്തിയിൽ ഒരു വാക്കുകർക്കും ഒരു യുദ്ധമായിരിക്കും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രത്തിലുള്ള
ആളുമായിട്ട് പൊരുത്തമുള്ള നക്ഷത്രവുമായിട്ടുള്ള പങ്ക് കച്ചവടം, സുഹൃത്ബന്ധം, കൂട്ടുകെട്ട്, വിവാഹം തുടങ്ങിയവയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലാതെ പോകും. പക്ഷെ ദേവഗണത്തിൽപ്പെട്ടവരും മനുഷ്യഗണത്തിൽപ്പെട്ടവരുമായിട്ടും ചതയത്തിന് പൊരുത്തമുള്ളതുകൊണ്ട് അസുരഗണമായിരിക്കും ഒരാക്രമണം എപ്പോഴും നടത്തുക. ഇത് ഒരു പ്രധാന പ്രത്യേകതയാണ് ചതയ നക്ഷത്രത്തിൻ്റെ. മനുഷ്യഗണം, അസുരഗണം, ദേവഗണം പിന്നീടൊരു വീഡിയോ വരുന്നതാണ്. അപ്പോൾ ചതയ നക്ഷത്രം. ഇനിയിപ്പോൾ ചതയ നക്ഷത്രത്തിന് എവിടെ ചെന്നാലും ഒരു ചാടി ഒരു അഭിപ്രായം പറയും. അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അങ്ങനെ ഒരു പ്രശ്നം. അമിത സ്വാതന്ത്ര്യം ചില സ്ഥലങ്ങളിൽ എടുത്തുനിന്ന് വരും. അതും ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഈ രണ്ട് കാര്യങ്ങളും സൂക്ഷിച്ചു നിന്നാൽ ചതയം വളരെയധികം പണം സമ്പാദിക്കുന്ന, സാമ്പത്തികമായി ഉയരുന്ന ഒരു നക്ഷത്രമാണ് ചതയം നക്ഷത്രം. കുഴപ്പമില്ലാത്ത ജീവിത രീതിയൊക്കെയാണ് ഇവർക്ക് മുന്നോട്ട് പോകുന്നത്. ഇനി അടുത്തതായിട്ടാണ് പറയാൻ പോകുന്നത് തിരുവോണം നക്ഷത്രത്തെ പറ്റിയാണ്. തിരുവോണം നക്ഷത്രം എന്ന് പറയുന്നത് ഓണമാണ്. അവർക്ക് എപ്പോഴും ഓണം. ഭക്ഷണത്തിന് യാതൊരു മുട്ടും ഉണ്ടാവില്ല. ഭക്ഷണം കിട്ടുന്ന ഏത് കാര്യത്തിനും വരും മുൻപന്തി ഇറങ്ങും. ഭക്ഷണം കിട്ടുക, കല്യാണം കൂടാൻ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടി, അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ ഒരാഴ്ച തന്നെ ഒരു 4, 5, 6 എണ്ണോ ഒക്കെ ഇവർക്ക് കാണും. ലീവ് എടുത്തിട്ടാണെങ്കിലും അവരതിന് പോകും. ഇല്ലെങ്കിൽ സമയം ഉണ്ടാക്കി അവിടെ ചെല്ലും. വിവാഹ പാർട്ടിക്ക് എല്ലാം പറ്റുമെങ്കിൽ മറ്റേതെങ്കിലും സമയത്ത് അവരെ പോയി കാണും. അങ്ങനെ എന്ന് മൃഷ്ടാനം ഭക്ഷണം കിട്ടുന്ന കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലോട്ട് തേടി വന്നുകൊണ്ടേയിരിക്കും. തിരുവോണം നക്ഷത്രം വളരെയധികം ഭാഗ്യമുള്ള നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം. സ്വന്തം കാലിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം. നല്ല ആരോഗ്യമുള്ള നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം. നല്ല ആരോഗ്യം, തടിച്ച ശരീരപ്രകൃതി, ആരോഗ്യമുള്ള ശരീരപ്രകൃതി ഒക്കെ ആയിരിക്കും. അമിതഭാരം വരുന്ന രോഗങ്ങൾ, കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങളായിരിക്കും ഇവരെ ബുദ്ധിമുട്ടിക്കുക കൂടുതലായും. കാരണം ഇവർ ഭക്ഷണപ്രിയരാണ്. തിരുവോണം നക്ഷത്രത്തിലുള്ളവർക്ക് വളരെയധികം, പിന്നെ എല്ലാ ആളുകളും അംഗീകരിക്കും, എല്ലാവരും മാനിക്കുന്ന നക്ഷത്രം. അപമാനങ്ങൾ ജീവിതത്തിൽ കുറവായിരിക്കും. അത് പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങളുടെ ഭാഗത്തുനിന്ന് മാത്രമായിരിക്കും അപമാനങ്ങൾ കുറവ്. ഒട്ടുമിക്ക നക്ഷത്രങ്ങളുമായിട്ട് ഇവർക്ക് പൊരുത്തമുള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് ഫ്രണ്ട്ഷിപ്പും കൂടുതലായിരിക്കും. വളരെയധികം ഫ്രണ്ട്സ് ഇവർക്കുണ്ടായിരിക്കും. ആ ഫ്രണ്ട്സിലൂടെ ഇവരുടെ ആവശ്യങ്ങളും കാര്യങ്ങളും എല്ലാം നേടിയെടുക്കും. അക്ഷരം എ മുതൽ ഇഫഡ് വരെയുള്ള ലെറ്ററിലുള്ള എല്ലാ ആളുകളും ഇവരുടെ ഫ്രണ്ട്സ് ആയിരിക്കും. ഇതാണ് തിരുവോണം നക്ഷത്രത്തിൻ്റെ പ്രത്യേകത. അതൊരു പുരുഷനായിക്കോട്ടെ ഒരു സ്ത്രീ ആയിക്കോട്ടെ അവർക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കും. സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളുമായിട്ടും പുരുഷന്മാരുമായിട്ടും ഫ്രണ്ട്ഷിപ്പ് തിരിച്ചു. പുരുഷന്മാരാണ് മറ്റു സ്ത്രീകൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും, പുരുഷന്മാരും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും. ധാരാളം ആളുകൾ ഫ്രണ്ട്സായിട്ടുണ്ടാകും. ഫ്രണ്ട്സിലൂടെ ഇവർക്ക് എങ്ങോട്ട് പോയാലും ഇവർക്ക് ഫ്രണ്ട്സാണ്. ഏത് റൂട്ട് സഞ്ചരിച്ചാലും ഇവർക്ക് ഫ്രണ്ട്സാണ്. അവിടെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ്റെ വീട്ടിൽ കയറാം, അങ്ങനെ പോകേണ്ട ഒരു അവിടെ ചെന്നാലും ഭക്ഷണം, എവിടെ ചെന്നാലും ഭക്ഷണം, സൽക്കാരങ്ങൾ, ഫുൾ ടൈം സൽക്കാരങ്ങൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുക. സ്വന്തം ഭവനത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ട യാതൊരു ആവശ്യവും തിരുവോണത്തിന് വരാറില്ല. ഇതാണ് തിരുവോണത്തിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത. പിന്നെ ഏത് തരത്തിൽപ്പെട്ട ജോലി ചെയ്യാനും തിരുവോണം ഒരുക്കമാണ്. ഏത് തരത്തിലും ജോലിക്ക് ഉയർച്ചയോ താഴ്ചയോ ഇവർ നോക്കാറില്ല. ഏത് ജോലി ഇവർ ചെയ്യും, ആണ് അവരുടെ പ്രത്യേകത. അഭിമാനം നോക്കുന്നില്ല. ജോലി ചെയ്യാൻ നേരത്തെ ഇവരെ അഭിമാനം നോക്കുന്നില്ല. ഏത് ജോലി, എത്ര ജോലികൾ ഏൽപ്പിച്ചാലും അവരത് ചെയ്യും. ജോലിയുടെ ഒരു വൈറ്റ് കോളർ ജോബ് എന്നുള്ള ഒരു അഭിമാനം പിടിക്കുന്ന പരിപാടിയില്ല. ഏത് ജോലി അവർ ചെയ്യുക, അന്നന്നത്തെ കാര്യങ്ങൾ കഴിഞ്ഞു പോവുക, സുഖമായി നിൽക്കുക, ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കുക, സമ്പത്ത് ശേഖരിക്കുക, അത്യാവശ്യം ബിസിനസ്സുകളൊക്കെ നടത്തി നോക്കുക. എല്ലാം ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും ഇവരുടെ പരിപാടികളെല്ലാം. ഒരു കൂട്ടുകച്ചവടം, പങ്കുകൃഷി ആയിരിക്കും ഇവരുടെ ജീവിതം മുഴുവൻ വരുന്നത്. ഇതാണ് ഇവരുടെ ജീവിതത്തിൽ. വിവാഹം കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ നടക്കും. അതിന് വലിയ പ്രശ്നങ്ങളില്ല. 1, 2 ചിലപ്പോൾ ആലോചനകൾ കഴിഞ്ഞാൽ ഇവർക്ക് വിവാഹ ജീവിതം സുഗമമായിട്ട് മുന്നോട്ട് പോകും. കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ പെൺകുട്ടികൾ മക്കളായിട്ട് കൂടിയിരിക്കാനാണ് സാധാരണ സാധ്യത വരുന്നത്. അല്ലെങ്കിൽ എല്ലാവർക്കും ഒരാണ് ഒരു പെണ്ണ്, ഈ രീതിയിലായിരിക്കും കുട്ടികൾ ഉണ്ടാവുക. കാരണം തിരുവോണത്തിന് അങ്ങനെയും ചില കാര്യങ്ങളുണ്ട്. കുട്ടികൾ കൂടുതലും ആണ് പെണ്ണ്, 2 കുട്ടികൾ, അല്ലെങ്കിൽ 2 പെണ്ണ്, അങ്ങനത്തെ രീതിയിലായിരിക്കും എപ്പോഴും തിരുവോണത്തിന് കുട്ടികൾ ഉണ്ടാവുക. അങ്ങനെയുള്ള 2 ആൺകുട്ടികൾ വരുന്നത് വളരെ കുറവായിരിക്കും. 2 ആൺകുട്ടികൾ വീതം ഉണ്ടാവും മിക്കപ്പോഴും. 2 പെൺകുട്ടികൾ തീർച്ചയായും കാണും. അല്ലെങ്കിൽ പെൺകുട്ടി തീർച്ചയായിട്ടും തിരുവോണത്തിന് മക്കളും വിരളം. ചില ആളുകൾക്ക് മാത്രമേ ഒരു കുട്ടി എന്ന രീതിയിൽ കാണൂ. അതും ഒരു പെൺകുട്ടിയായിരിക്കും പലപ്പോഴും. ആ രീതി വരിക. അപ്പം തിരുവോണത്തിൻ്റെ രീതി ഇതാണ്. തിരുവോണത്തിന് വളരെയധികം അംഗീകാരം ലഭിക്കുന്നതാണ്. പിന്നെ തിരുവോണത്തിൻ്റെ ഒരു പ്രത്യേക സമയവും കാലവും നോക്കാതെ ആരോടും ഇവർ മനസ്സിൽ തോന്നുന്ന വെട്ടി തുറന്ന് പറയും. ആരുടെ മുഖത്ത് നോക്കിയും പറയും. പൊരുത്തമുള്ളവരോട് പറയും, അച്ഛനോട് പറയും, അമ്മയോട് പറയും, ബന്ധുക്കളോട് പറയും, സഹോദരങ്ങളോട് പറയും. ആരെ എന്ത് നോട്ടമില്ല, അവരത് പറയും. അവരുടെ മനസ്സിൽ തോന്നുന്നു അവർ പറയും. ദേഷ്യമാണെങ്കിൽ ദേഷ്യത്തിലുള്ളത്, സന്തോഷത്തിലുള്ളത്, തമാശ ആണെങ്കിൽ തമാശ, അവർ നേരിട്ടങ്ങ് പറയും. അത് പലരിലും വിരോധം വരുത്തിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കരമായ ശത്രുക്കളെയും കൂടി സുഹൃത്തുക്കളെയും ഉണ്ടാക്കുന്നതുകൂടെ ശത്രുക്കളെയും ഇവർ സൃഷ്ടിക്കുന്നത് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ വാക്കുകൾ നിയന്ത്രിച്ച്
സമാധാനത്തോടെ പോയി കഴിഞ്ഞാൽ അല്ലലുകളൊന്നുമില്ലാതെ ഭക്ഷണങ്ങൾ ലഭിക്കുന്ന രീതിയിൽ സന്തോഷകരമായ ജീവിതം, സുഹൃത്തുക്കളോടൊപ്പം ഉള്ള ഉല്ലാസ യാത്രകൾ തൊട്ട് എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ സുഗമമായി കിട്ടുന്ന ഒരു നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം. അപ്പോൾ ഈ 4 നക്ഷത്രങ്ങളെപ്പറ്റിയാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയും മുന്നോട്ട് നക്ഷത്രങ്ങളെപ്പറ്റി ഞാൻ പറയുന്നുണ്ട്, പൊരുത്തങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. അതുപോലെ ഈ ചാനലിൽ കോമഡി വീഡിയോകൾ വരും. അതുപോലെ ഈ ചാനലിൽ യോഗ വീഡിയോകൾ വരും. സ്പോക്കൺ ഹിന്ദിയുടെയും ഇംഗ്ലീഷിൻ്റെയും മറ്റ് ഇതര ഭാഷകളുടെയും വീഡിയോകൾ വരുന്നതാണ്. അതുകൊണ്ട് ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനലിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ നക്ഷത്രങ്ങളെ പഠിക്കണമെങ്കിൽ റിപ്പീറ്റായിട്ട് ഈ വീഡിയോകൾ വെച്ച് കാണുക. നന്ദി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.